നമസ്കാരം. ഞാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് മച്ചാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് വീട്ടിൻ്റെ മുറ്റം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള മുറ്റങ്ങളുള്ളവരുണ്ട്. അതായത് തറയോടൊക്കെ ഇട്ടിരിക്കുന്നത്. എൻ്റെ മുറ്റമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. എൻ്റെ വീട് വലിയ വീടൊന്നുമല്ല, ചെറിയ വീടാണ്. അപ്പം അതിനനുസരിച്ചുള്ള മുറ്റമേ കാണും. സാധാരണ പൊതുവെ വലിയ വീടുകളൊക്കെ ഉള്ളവർക്ക് ബംഗ്ലാവിൻ്റെ മുറ്റത്തൊക്കെ ഇതുപോലെ തറയോട് നിരത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെ കൃഷി ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. സിമ്പിളാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് സൂര്യപ്രകാശം നേരിട്ട് നമ്മളെ മണ്ണിലേക്ക് അടിക്കുന്ന സ്ഥലമായിരിക്കും എപ്പോഴും മുറ്റഭാഗങ്ങൾ. അതായത് നമ്മളുടെ വീട്ടിൻ്റെ മുറ്റം. ആ ഭാഗത്ത് നമ്മൾ ചീരകൃഷി ചെയ്താൽ നമുക്ക് നല്ലതുപോലെ വിളവെടുക്കാൻ പറ്റും. എന്നാൽ ചിലരൊക്കെ വിചാരിക്കും ഈ തറയോടൊക്കെ പാവിയിരിക്കുന്നിടത്ത് സാധാരണയായിട്ട് നമ്മൾ ചീര നട്ട് കഴിഞ്ഞാൽ അത് ഭംഗികേടല്ലേ, അതുപോലെ തന്നെ മുറ്റം ചീത്തയാവില്ലേ എന്നൊക്കെ. എന്നാൽ അങ്ങനെ ഒന്നും പേടിക്കണ്ട. മുറ്റം മൊത്തം വൃത്തികേടാവാതെ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാനും പറ്റും. നമ്മളൊരു ഓർക്കിഡ് ചെടി നടുന്നതിനും നല്ല ഭംഗിയുമായിരിക്കും ചീര വളർന്നു നിൽക്കുന്നത് കാണാൻ. അടിപൊളിയായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത് എൻ്റെ മുറ്റമാണ്. എൻ്റെ മുറ്റത്ത് എനിക്ക് അത്ര ഭംഗിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എപ്പോഴും വേണമെങ്കിലും കൃഷി ചെയ്യാം. എങ്കിലും ഇതൊരു നല്ല ടൈലൊക്കെ പാവിയ മുറ്റമാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എന്നിട്ട് വേണം ഇതിലേക്ക് ഈ വീഡിയോയെ വിലയിരുത്താൻ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മുറ്റം നല്ലതുപോലെ കിളക്കുകയാണ്. എന്നും പറഞ്ഞിട്ട് നിങ്ങൾ കിളക്കിയൊന്നും വേണ്ട, ഞാൻ കിളച്ചതിന് ശേഷം കാണിച്ചു തരാം. അടുത്തതായി നമുക്ക് കുറച്ച് കട്ട വേണം. ആ കട്ടയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ബോർഡർ പോലെ സൈഡിൽ വെക്കാനാണ്. ഇതുപോലെ നമ്മൾ ചുടുകല്ലുണ്ടെങ്കിൽ അതെടുത്ത് നമ്മൾ ഈ ഒരു ബോർഡർ പോലെ വെക്കുക. സൈഡ് ഭാഗം ഇതുപോലെ സെൻറ്റർ ഭാഗം കുഴിച്ച് ഈ അകം കുഴിയായിരിക്കണം. ഈ സൈഡ് മാത്രം ഇതുപോലെ കട്ട വരിക്കങ്ങ് വെച്ചാൽ മതി. ഈ കാണുന്നത് പോലെ. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ടാർപ്പയാണ്. ഇതുപോലൊരു ടാർപ്പോളിൻ. ഈ ടാർപ്പോളിനാണ് ഇതിനകത്തേക്ക് ഇടേണ്ടത്. അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പറ്റുമെങ്കിൽ ചാക്കോ വല്ല പ്ലാസ്റ്റിക് ചാക്കോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അകത്തിട്ട് കൊടുക്കണം. കാരണം നമ്മളെ ടാർപ്പ ഒരു കാരണവശാലും പൊത്തുപോകരുത്. പൊത്തുപോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ടി വരും. കാരണം ഈ വെള്ളം ഈർപ്പാംശം പോകാതിരിക്കാൻ നമുക്കിങ്ങനെ ചെയ്താലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഏറ്റവും അടിഭാഗത്ത് കുറേ കെട്ടിയിരിക്കും. അപ്പോൾ അതിന് നമ്മളെ കൃഷിക്ക് എപ്പോഴും ഒരു നനവ് കാണും. ഒരു ദിവസം 2 ദിവസം വെള്ളം ഒഴിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ചെടി ഒരു കാരണവശാലും വാടിപ്പോവില്ല. അടിഭാഗത്തൊരു ചെറിയ നനവ് എപ്പോഴും കിടക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടാർപ്പ ഇടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു കൃഷി ചെയ്താലും ഇതുപോലുള്ള ചെടികളുടെ വേരുകൾ, മറ്റ് വൃക്ഷങ്ങളുടെ വേരുകൾ വന്ന് ഇതിന് നമ്മൾ കൊടുക്കുന്ന ആഹാരം എല്ലാം വലിച്ചെടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമുക്ക് നമ്മളെ ചെടിക്ക് ആഴ്ചയിൽ ചാണകപ്പൊടി അതും ഇതുമൊക്കെ കൊടുത്താലും ചെടിക്ക് വലിയ പുഷ്ടി കാണില്ല. കാരണം കൂടുതലും വലിച്ചെടുത്തുകൊണ്ടാണ് വലിയ വൃക്ഷങ്ങളായിരിക്കും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അധികമായിട്ട് മറ്റ് ചെടികളുടെ വേരുകൾ വന്ന് നമ്മൾ കൊടുക്കുന്ന ആഹാരം എടുത്തുകൊണ്ട് പോവുകയില്ല. നമ്മളെ ചെടിക്കുള്ളത് ചെടിക്ക് കൊടുക്കുന്ന ചെടിക്ക് തന്നെ കിട്ടുകയും ചെയ്യും. മാത്രമല്ല വെള്ളവും നമുക്ക് കുറയ്ക്കാം. അതുപോലെ തന്നെ നമ്മളെ ടൈലോ അതുപോലെ തറയോടൊക്കെ ഇട്ടിരിക്കുന്ന മുറ്റമാണെങ്കിൽ അതിനൊന്നും യാതൊരുവിധ ചെളിയോ മണ്ണോ ഒന്നും പറ്റുകയില്ല. നമുക്ക് ഇത് കൃഷി കഴിഞ്ഞതിന് ശേഷം നമുക്കെടുത്ത് മാറ്റുമ്പോൾ നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ ചെടി വേണമെങ്കിൽ നടാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് വല്ല വഴുതനയോ തക്കാളിയോ എന്തേലും വേണമെങ്കിലും നടുകയും ചെയ്യാം. ഇതുപോലെ കുറച്ച് ചാക്കിട്ടതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ടാർപ്പ ഇട്ട് കൊടുക്കാം. കാരണം കല്ലുകളും അതുപോലെ തന്നെ ചരളുകളും കൊണ്ട് നമ്മളെ ടാർപ്പ പൊത്തുപോകാതിരിക്കാനും വലിയ വേരുകൾ വന്ന് ഇതിനകത്തേക്ക് ഇറങ്ങാതിരിക്കാനും വേണ്ടിയാണ് ഇതുപോലെ അടിഭാഗത്ത് നമ്മൾ ഒരു സേഫ്റ്റി ആയിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ടാർപ്പ ഒന്ന് നിരത്തിയതിന് ശേഷം ചാക്കിന് പുറത്തേക്ക് നിരത്തിയതിന് ശേഷം ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കരിയിലയാണ്. കുറച്ച് കരിയില നമുക്ക് മോൾ ഭാഗത്ത് ഇട്ട് കൊടുക്കണം. അതായത് ഈ ചുടുകട്ട നമ്മൾ അടിക്കേണ്ട കാൽഭാഗം നമ്മൾ കരിയില ഒന്ന് നിറച്ച് കൊടുക്കണം. നമ്മൾ ടാർപ്പ വിരിച്ചതിന് പുറത്തേക്ക് നമ്മൾ കരിയില നല്ലതുപോലെ വിരിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്ന് നനച്ചു കൊടുക്കണം. നല്ലതുപോലെ വെള്ളം കുതിർത്ത് കൊടുക്കണം. ഇതുപോലെ വെള്ളം കുതിർത്തതിന് ശേഷം ഇനി നമുക്ക് അടുത്തതായിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കാം ഇതിലേക്ക് നിറയ്ക്കാനായിട്ട്. പോട്ടി മിക്സ് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം,
കുറച്ച് മണ്ണ് ഇതിൻ്റെ അരഭാഗത്തോളം പകുതിയോളം നമ്മൾ മേൽമണ്ണ് നിറച്ചു കൊടുക്കണം. കാരണം ഇത്രയും പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വേണം. അതുകൊണ്ട് നമുക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് മേൽമണ്ണ് മാത്രം നിറച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പോട്ടി മിക്സ് നിറച്ച് നമുക്ക് ചെടി നടാം. അപ്പോൾ നമ്മൾ കരിയിലയുടെ മുകളിലേക്ക് മുക്കാൽ ഭാഗത്തോളം മേൽമണ്ണിട്ട് നിരത്തിയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പോട്ടി മിക്സാണ് അടുത്തായിട്ട് ഉണ്ടാക്കി ഇതിൽ നിരത്തേണ്ടത്. അതിനായിട്ട് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മേൽമണ്ണ്, അതുപോലെ തന്നെ ചാണകപ്പൊടി, ഇനി കുറച്ച് ചാരം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ചകിരിച്ചോറിന് പകരമായിട്ട് ഞാൻ ചിന്തേര് കമ്പോസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ ഒരു 2-3 മാസത്തിന് മുമ്പ് ചിന്തേര് കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി വെച്ചിരുന്നതിന് ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലതുപോലെ കമ്പോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചിന്തേര് എങ്ങനെയാണ് കമ്പോസ്റ്റ് ചെയ്യുന്നതെന്നൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ മാസങ്ങളിൽ ചെയ്തിട്ടുണ്ട്. കാണാത്ത മച്ചാന്മാർക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സുഖമായിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ചിന്തേര് പൊടി നമുക്ക് കമ്പോസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ കമ്പോസ്റ്റ് ചെയ്തിട്ട് ചിന്തേര് ഉപയോഗിച്ചാൽ നമുക്ക് 10 പൈസ പോലും ചിലവില്ലാതെ നമുക്ക് ജൈവ കൃഷി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചകിരിച്ചോറിന് നല്ലൊരു പകരക്കാരനായിട്ട് നമുക്ക് ചിന്തേരിനെ ഉപയോഗിക്കുകയും ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്നും കൂടെ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇത് 1:1:1 എന്ന അനുപാതത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ മേൽമണ്ണ് നിറച്ച് മുക്കാൽ ഭാഗം ഇട്ടിരുന്ന അതിന് മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുത്തിരിക്കുന്ന പോട്ടി മിക്സ് ഇട്ടതിന് ശേഷം അതിനെ നല്ലതുപോലെ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്തെന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്ട് മണ്ണിൽ നിന്നും ഒരു 1.5 ഇഞ്ചെങ്കിലും പൊക്കത്തിൽ ഒരു ചെറിയ ഹോളും കൂടി ഇത് ഇട്ട് കൊടുക്കണം. കാരണം ഓവറായിട്ട് വരുന്ന വെള്ളത്തിനെ പുറത്ത് കളയണം. കുറച്ച് വെള്ളം ഇതിനകത്ത് നിൽക്കുകയും വേണം. ആ ഒരു ഈർപ്പം, അതായത് നമ്മളെ അകത്തിട്ടിരിക്കുന്ന കരിയില പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അടിഭാഗത്ത് ഹോളിട്ട് കൊടുത്താൽ കരിയില നിറച്ച് കഴിഞ്ഞാൽ ഉള്ള ഒരു ദോഷമെന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഉണങ്ങിപ്പൊടിഞ്ഞ കരിയില അത് കമ്പോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പോട്ടി മിക്സിൽ കൊടുക്കുന്ന ജലാംശം കൂടി സ്വീകരിച്ച് അത് അഴുകാൻ ശ്രമിക്കും. അത് പോരാഞ്ഞിട്ട് ചെടികളിൽ നിന്നും കൂടി ഈ ജലാംശത്തെ വലിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ചെടി നല്ല പുഷ്ടിയിൽ വളരുകയല്ല ചെയ്യുന്നത്, ഇലകൾ പഴുത്ത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ശകലമെങ്കിലും ജലാംശം ഇതിൽ നിർത്തി വേണം ഇത് ഹോളിട്ട് കൊടുക്കാനെന്ന് പറഞ്ഞത്. അതുമാത്രവുമല്ല, ഇതിൻ്റെ ചീരയുടെ 1-ാം ഘട്ട വിളവെന്ന് പറയുന്നത് നമുക്കൊരു 20-25 ദിവസത്തിനകം വെച്ച് തന്നെ നമുക്കൊരു ചീര നട്ട് കഴിഞ്ഞാൽ വിളവെടുക്കാൻ പറ്റും. അതിൽ 1-ാം ഘട്ടം. 2-ാം ഘട്ടമാകുമ്പോഴേക്കും ആവശ്യത്തിനുള്ള പോഷക ഗുണങ്ങൾ ഈ കരിയില കമ്പോസ്റ്റായി ഇതിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവും. അതും ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റും. മാത്രവുമല്ല, നമ്മൾ കൊടുക്കുന്ന എല്ലാ ജൈവവളങ്ങളും ഇതിനകത്ത് തന്നെ നിൽക്കുകയും മറ്റ് വൃക്ഷങ്ങളുടെ വേരോ ചെടികളുടെ വേരോ വന്ന് അത് വലിച്ചെടുത്ത് നമുക്ക് വളനഷ്ടം ഉണ്ടാകുകയും ചെയ്യില്ല. മാത്രവുമല്ല, ഒരാഴ്ചയിലൊരിക്കൽ ഇത് നല്ലതുപോലെ നനച്ചു കൊടുത്താൽ മാത്രം മതിയും താനും. ഈ ഉണക്ക സമയത്ത് നമ്മളെ ചീര നല്ല പുഷ്ടിയോടെ വളർത്താം. അതുപോലെ ഇത് കഴിഞ്ഞതിന് ശേഷം, ഈ ചീരകൃഷി കഴിഞ്ഞതിന് ശേഷം അത് മാറ്റിയിട്ട് നമുക്ക് മറ്റ് മുളവോ അതുപോലെ തന്നെ എന്ത് പച്ചക്കറി, തക്കാളിയോ എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇതിൽ നട്ടുകൊടുക്കുകയും ചെയ്യാം. അഥവാ നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിനെ എന്തെങ്കിലും വെച്ച് വാരി മാറ്റിയതിന് ശേഷം ഈ ടാർപ്പ എടുത്ത് മാറ്റുമ്പോൾ നമ്മളെ മുറ്റം ക്ലീൻ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നമുക്ക് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് നമുക്കുണ്ടാക്കാം. അപ്പോൾ ഇനി നമുക്ക് ചീര നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഞാനിതിൽ ഹോളിടാത്തതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതെൻ്റെ മുറ്റത്തുള്ള ഒരു ടാങ്കാണ്. ഈ ടാങ്കിൽ ഞാൻ വെള്ളമടിച്ചിടും. അപ്പോൾ ഞാൻ ഈ ചെടിക്ക് ഒഴിക്കുന്ന വെള്ളം ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് ഒരു പൈപ്പ് ഉപയോഗിച്ച് ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം എൻ്റെ ചെടിക്ക് ആവശ്യമുള്ള സ്വീകരിച്ചതിന് ശേഷം ശകലം പോലും ജലം നഷ്ടപ്പെടാതെ തിരിച്ചെൻ്റെ ടാങ്കിൽ വന്ന് കിടക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഹോളിടാഞ്ഞത്. അഥവാ ഹോള് ഈ പറഞ്ഞതുപോലെ തന്നെ 1.5 ഇഞ്ച് പൊക്കത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ കരിയില ഇട്ടതിന് മുകൾ ഭാഗത്ത് മാത്രം നിന്നുള്ള വെള്ളം പോകത്തക്ക വിധത്തിൽ മാത്രം ഹോളിട്ട് കൊടുക്കുക.
തന്നെ ചീര നടാനായിട്ട് നമ്മൾ ഇതുപോലെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നല്ലതുപോലെ വെയിലടിക്കുന്ന സ്ഥലത്ത് വിത്തുകൾ പാകിയ ശേഷം വേണം നമ്മൾ ചീര പതിച്ച് നടാൻ. അതുപോലെ തന്നെ നമ്മൾ ഈ ചീര ഈ ചൂട് സമയത്ത് നമ്മൾ നടുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു കമ്പോ എന്തെങ്കിലും വെച്ച് വേര് പൊട്ടാത്ത വിധം മണ്ണിളക്കിയതിന് ശേഷം തൈകളെ വെക്കുന്നതാണ് നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ചൂട് സമയത്ത് നമ്മൾ വേര് പൊട്ടിച്ച തൈകളാണ് കൊണ്ടുവന്ന് വെച്ചു കൊടുത്താൽ അത് ഉണങ്ങിക്കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ചീര നമ്മൾ പുഴുതു നട്ടാൽ ഒരു ചീരയില്ലാതെ നമുക്ക് രക്ഷപ്പെടും. ഇതുപോലെ നമുക്ക് ചീര നട്ടു കൊടുക്കാം. കണ്ടോ, ഈ ചെറിയ തൈ പെട്ടെന്ന് വളരും. അത് ചീര എന്ന് പറയുന്ന ചെടി നമ്മൾ പറിച്ച് നടാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. ഇതുപോലെ നമ്മൾ പകുത്ത് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ടപ്പന വളർന്നു വരികയും ചെയ്യും. അതുപോലെ തന്നെ അപ്പോൾ ചീര കൃഷി ഇതുപോലെ ചെയ്താൽ നമുക്ക് ആരോഗ്യത്തോടെ ഇതുപോലെ ചീര വളർന്നു വരും. സമയത്ത് നമ്മൾ അതിന് വേണ്ടുന്നതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നല്ല പുഷ്ടിയോടെ തന്നെ ചീരച്ചെടി വളർന്നു വരും. ഇതൊക്കെ ഞാൻ ഇതുപോലെ വളർത്തുന്ന ചീരകളാണ്. കണ്ടോ, ഇതെല്ലാം കട്ട് ചെയ്യാറായി നിൽക്കുന്നതാണ്. ഇനിയിപ്പോൾ കട്ട് ചെയ്യാൻ താമസിച്ചു പോയി, അതുകൊണ്ടാണ് ഇലകളൊക്കെ ചുരുങ്ങി വരുന്നത്. കണ്ടോ, ഇത് 2-3 തവണ കട്ട് ചെയ്ത ചീരയാണിത്. കണ്ടോ, എന്നിട്ടും നല്ലതുപോലെ തന്നെ ഗ്രോ ബാഗിൽ വളർന്നു വരുന്നുണ്ടോ. നമുക്കൊരു ഇതുപോലെ ഒക്കെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് തോനെ വിളവെടുക്കാൻ പറ്റും. തോനെ നാൾ ഇതുപോലെ വിളവെടുക്കാൻ പറ്റും. കാരണം ഗ്രോ ബാഗിലൊക്കെ ഒരു 5 ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വീട്ടിലേക്കുള്ള ചീര ഡെയിലി കിട്ടിക്കൊണ്ടേയിരിക്കും ഓരോ ഗ്രോ ബാഗിൽ നിന്ന്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും, എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റ് മച്ചാന്മാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. ഇനിയും ഒരു നല്ല കാർഷിക വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു. എല്ലാ മച്ചാന്മാർക്കും നന്ദി, നമസ്കാരം.